സ്വന്തം വീടിനോട് ചേർന്നുള്ള 40 സെന്റ് സ്ഥലത്തിൽ ജൈവ പച്ചക്കറി കൃഷിത്തോട്ടം ഒരുക്കി നമ്മളെ എല്ലാം വിസ്മയിപ്പിച്ചിരിക്കുകയാണ് ചിറയൻകീഴ് സ്വദേശിയായ ശ്രീ അനിൽ ദേവ് ചേട്ടൻ. മികച്ച പോഷകത്തോട്ട വിഭാഗത്തിൽ ഈ വർഷത്തെ സംസ്ഥാന കർഷക അവാർഡ് ലഭിച്ചിരിക്കുകയാണ് ശ്രീ അനിൽ ദേവിന്. അനിൽ ചേട്ടന്റെ കൃഷിയും കൃഷിരീതികളെ പറ്റിയും നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം ചേട്ടാ. ഇപ്പം ചേട്ടൻ ഈ വർഷം കേരള സർക്കാരിൻ്റെ മികച്ച പോഷകത്തോട്ടത്തിനുള്ള അവാർഡ് ലഭിച്ചു. അപ്പോൾ ഈ ഒരു അംഗീകാരത്തെ ചേട്ടൻ എങ്ങനെ നോക്കിക്കാണുന്നു? അത് കിട്ടിയതിൽ വലിയ അഭിമാനം. ഞാൻ ചെറിയ രീതിയിൽ ഒരു 20 വർഷത്തിനകത്ത് ആണ് ഞാൻ ഈ പെരടം വാങ്ങിക്കുന്നത്. അതിന് ശേഷം പല വൃക്ഷങ്ങൾ ഒരു 55-60 ആയി. ഇനി വയ്ക്കാൻ ഇവിടെ സ്ഥലമില്ല. അതുകൊണ്ടാണ്, സ്ഥലമുണ്ടെങ്കിൽ കുറേ കൂടി വയ്ക്കാം. അതിനോടൊപ്പം മറ്റിനങ്ങൾ ഈ മുന്തിരിയുണ്ട്, പൈനാപ്പിള്, കുരുമുളക്, ഫാഷൻ ഫ്രൂട്ട്, അങ്ങനെയുള്ള വെറൈറ്റി എല്ലാം കൂടെ ഒരു 10-27 എണ്ണം ഉണ്ട്. പിന്നെ 1200ഓളം ഗ്രോ ബാഗിൽ ഗ്രോ ബാഗിലും ചട്ടിയിലായിട്ട് പച്ചക്കറികൾ ചെയ്യുന്നുണ്ട്. അത് എല്ലാം ഓർഗാനിക്കാണ്, ജൈവ രീതിയിലാണ്, 100% ജൈവ രീതിയിൽ. അതിൻ്റെ സർട്ടിഫിക്കറ്റും എല്ലാം ഉണ്ട്. തണൽ തന്നെ വന്നിട്ടുണ്ട്, PGS സർട്ടിഫിക്കേഷൻ. പിന്നെ ഈ സാധനം വാങ്ങിക്കാൻ ആളുകൾ മത്സരമാണ്. എനിക്ക് സാധനം കൊടുക്കാൻ തികയുന്നില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ആളുകൾക്ക് ബോധവാന്മാരായി, അവരുടെ ആരോഗ്യത്തിന് നല്ല ആഹാരം വേണമെന്നുള്ളൊരു ഇതായി. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമൊക്കെ വരുന്നത് വിഷം നിറഞ്ഞത് തന്നെയാണ്. ആഹാരം കഴിച്ചിട്ട് ആശുപത്രി പോകുന്നു. 50 രൂപയ്ക്ക് ഒരു മുട്ട മലക്കറി കിട്ടിയിട്ട് 1000 രൂപയുടെ ഗുളിക വാങ്ങിച്ച് കഴിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. അത് പോരാഞ്ഞിട്ട് നമ്മളെ കൊച്ചു കുട്ടിയൊക്കെ വരെ ഈ ക്യാൻസർ ആശുപത്രി പോയി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകും. ചേട്ടൻ ഇപ്പോൾ എത്ര വർഷമായിട്ട് ജൈവ കൃഷിയിലേക്ക് വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഞാനൊരു 40 വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അതെനിക്ക് പ്രചോദനം കിട്ടിയ എൻ്റെ അച്ഛനിൽ നിന്നാണ്. അച്ഛൻ അതിരാവിലെ നോക്കുമ്പോൾ ഒരു ചുട്ടിച്ചോർത്ത് കൊടുത്ത് പറമ്പിലിറങ്ങി എന്തെങ്കിലും 2-3 ഐറ്റങ്ങൾ നടാതെ അല്ലെങ്കിൽ വിളവെടുക്കാതെ പോകുന്ന ശീലമില്ല. അതിനുശേഷമാണ് ആർപ്പിച്ച് പോകുന്നത്. അപ്പോൾ അത് കണ്ട് വളർന്ന് അച്ഛനെയും സഹായിക്കുമായിരുന്നു. നമ്മൾ വളർന്നു വന്നപ്പോൾ അങ്ങനെ സഹായിക്കാം. അപ്പോൾ അച്ഛനിൽ നിന്നാണ് ആ പ്രചോദനം ശരിക്ക് കിട്ടിയത്. MBED എന്ന് പറയും, മറൈൻ പ്രൊഡക്റ്റ് എക്സ്പോർട്സ് ഡെവലപ്മെൻറ്റ്. അവിടെ നിന്നും 2017 റിട്ടയർഡായി. റിട്ടയർഡ് ആയതിനു ശേഷം ഒരു സമ്പൂർണ്ണ ജൈവ കർഷകനായി തുടരുകയാണ്. അതിന് തണൽ നല്ല സഹായം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എത്ര ഇനം പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്ന ചേട്ടൻ മെയിനായിട്ട്? ഇവിടെ നമുക്കിപ്പോൾ 10-20 വെറൈറ്റിയോളം ഉണ്ട്. വഴുതനയും കത്തിരിയായിട്ട് 7-8 വെറൈറ്റി. വെണ്ട ഒരു 3 പേര്, ആനവെണ്ട, ചുവന്ന വെണ്ട, മറ്റേ സാദാ വെണ്ട, പിന്നെ വരുന്നത് കൊത്തമര, തക്കാളിയൊക്കെ ഒരു 6 എണ്ണത്തോളം ഉണ്ട്. ആപ്പിൾ തക്കാളി, ചെറി തക്കാളി, നീളത്തിൽ പൊങ്ങിപ്പോയിട്ട് കഴിക്കുന്ന സൈസ്, അങ്ങനെയുള്ള ഇതുണ്ട്. മുളക് ഒരു 10-14 വെറൈറ്റി ഉണ്ട്. 14 വെറൈറ്റിയോളം മുളകുണ്ട്. പിന്നെ പാവല്, പടവലം, പയറ്, ഈ മര ഉണ്ടല്ലോ, മറ്റേ കുറ്റിയമര, വാളരി, അങ്ങനെയുള്ള 10-20 വെറൈറ്റികൾ തന്നെ ഉണ്ട് പച്ചക്കറിയിൽ. പ്രധാനമായിട്ടും നമ്മൾ പച്ചക്കറികൾ എന്തൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കാറ്? വളങ്ങൾ നമ്മൾ ഇവിടെ മണ്ണ് ശരിയാക്കുന്നത് മുതൽ കീടനാശിനികളും ഇടവളങ്ങളും എല്ലാം നമ്മൾ ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒന്നും വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഇപ്പോൾ മണ്ണ് ശരിയാക്കണമെങ്കിൽ നമ്മൾ ചരലോട് കൂടിയ മണൽ, ഒത്തിരി പരിമയുള്ള നമ്മളിവിടുത്തെ മണ്ണും, ഇത് രണ്ടും കൂടെ സമാസമായി എടുത്തിട്ട് ഒരു 21 ദിവസം കുമ്മായം ഇട്ട് റെഡിയാക്കി ഇട്ട് അതിൻ്റെ pH മാക്സിമം ലെവൽ ചെയ്യുന്നത് വരെ pH റെഡിയാക്കിയതിന് ശേഷമാണ്
വളം ചെയ്യുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ട്രൈക്കോഡർമ ശരിയാക്കും. ഒരു 100 കിലോ ചാണകം, 10 കിലോ വേപ്പമണ്ണാക്ക്, 1 കിലോ ട്രൈക്കോഡർമ ആയിട്ട് ഒരു പുട്ട് പരുവത്തിൽ നനവോടുകൂടി ഒരു 6 ഇഞ്ച് കനത്തിൽ നിരത്തിയിട്ട് ചാണകച്ചാക്കം ഇട്ട് മൂടിയിടാം. പല പച്ച പോലെയുള്ള പൂപ്പലുണ്ടായി ആ പൂപ്പലിന് ശേഷം ഒന്നുകൂടെ തട്ടിക്കൂട്ടി പിന്നും വെള്ളം ഉടഞ്ഞ് ഇടും. അത് ശരിയാക്കിയിടും. അതിൻ്റെ കൂടെ തന്നെ മണ്ണിൻ്റെ കമ്പോസ്റ്റ് യൂണിറ്റ് ഉണ്ട്, അവിടെ ആ മണ്ണിരയും എടുക്കും. അപ്പോൾ ഈ കുമ്മായിട്ട് മുക്കി വെച്ചേക്കുന്നില്ലേ, കുമ്മായിട്ട് വെച്ചിരിക്കുന്ന മണ്ണിൽ ഈ ട്രൈക്കോഡർമയും ചേർത്ത് മണ്ണിരയുടെ അതും ചേർത്ത് ആവശ്യത്തിനുള്ളത് ചേർത്ത് പിന്നെ ആ കമ്പോസ്റ്റും കോഴിക്കാട്ട ആട്ടുംകാട്ടം ഉണ്ടെങ്കിൽ അതും കുറച്ച് അതിൻ്റെ പകുതി ചാണകം ഇടുന്നതിൻ്റെ 4/1 കോഴിക്കാട്ടം ഇടുന്നുള്ളൂ, ഈ ആട്ടുംകാട്ടം ഇടുന്നുള്ളൂ. അതിൻ്റെ പകുതി എല്ലുപൊടി ഇട്ടിട്ട് ഗ്രോ ബാഗ് സെറ്റ് ചെയ്ത് ഒരു ദിവസം വെച്ചതിന് ശേഷമാണ് തൈകൾ നടുന്നത്. ഇവിടെ കൃഷിയിൽ ചേട്ടൻ കുടുംബത്തിൽ നിന്ന് സഹായം? കുടുംബത്തിൽ എൻ്റെ വൈഫ് സർക്കാർ VSSCയിലായിരുന്നു, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ. ഇത് ഇപ്പോൾ പെൻഷനായി, മെയിൽ ഇപ്പോൾ പെൻഷനായി. അവരും മക്കളും വന്ന മരുമക്കളും എല്ലാം ഇതിലുണ്ട്. ആരും മോശമല്ല, മക്കളൊക്കെ നല്ല കൃഷിക്കാരാണ്. മരുമക്കളും വന്നിട്ട് അവരും കിട്ടണ സമയത്ത് എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഭാര്യ ഫുൾ ടൈമിൽ നമ്മളെ കൂടെ ഉണ്ട്, ഉഷാദേവി എന്നാണ് പേര്. ഇപ്പം ചേച്ചിയുടെ റിട്ടയർമെൻറ്റ് ലൈഫിൽ അതിനുശേഷം ചേട്ടനുമായിട്ട് ഇവിടെ കൃഷിയിൽ ചേച്ചിയും കൂടാറുണ്ട് എന്ന് ചേട്ടൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു അനുഭവത്തെ ചേച്ചി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്കിപ്പോഴാണ് സമയം കിട്ടിയത് ശരിക്കും ഹെൽപ്പ് ചെയ്യാനായിട്ട്, അല്ലാതെ അധികം സമയം കിട്ടാറില്ല. രാവിലെ പോവും രാത്രിയാവും വരാനായിട്ട്. അപ്പോൾ ഇപ്പം ആവുന്നത്ര സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചക്കറി, വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇപ്പം. അപ്പം നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികളും നമ്മൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന വ്യത്യാസമുണ്ട്. ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം നമുക്കത്. കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറി നമ്മൾ കഴിക്കുമ്പോഴേ അറിയാൻ പറ്റും അത് നമ്മുടെ പച്ചക്കറിയും. അത് കൊണ്ടുപോകുന്നവരും പറയാറുണ്ട് ആ വ്യത്യാസം എന്താണെന്നുള്ളത്, ടേസ്റ്റ്. നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ പ്രധാനമായിട്ടും എവിടൊക്കെയാണ് കൊടുക്കാറുള്ളത്? മാർക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യമൊന്നും എനിക്ക് വില കിട്ടുന്നില്ലായിരുന്നു. നമ്മൾ ജൈവരീതി ചെയ്താലും ഈ നാടൻ പച്ചക്കറിയുടെ ആ വിലയെ കിട്ടുന്നുള്ളൂ. അതൊരു ഇതായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് തണലെന്നുള്ള സംഘടന മാർക്കറ്റിനെ പറ്റി അറിയാൻ. അങ്ങനെ ഞാൻ തണലിൽ പോയി ജയകുമാർ സാറുമായിട്ട് സംസാരിച്ച് സാറങ്ങനെ നമ്മളെ തോട്ടം സന്ദർശിക്കാൻ ആളിനെ വിടുകയും വന്ന് നോക്കുകയും സാറ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി. നമ്മുടെ സാധനം സാറെടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ തണലിൽ നിന്ന് സാധനം എടുക്കാൻ വന്നാണ്. അപ്പോഴാണ് കൂടുതൽ പ്രചോദനം ഉണ്ടായത്. നമുക്ക് ഉൽപ്പാദിപ്പിക്കാന്നുള്ള എന്തുൽപ്പാദിച്ചാലും പോകുമെന്നുള്ള ഒരു ധാരണ വന്ന് നല്ല വിലയും കിട്ടുന്നുണ്ട്. നല്ല വില തന്നാണ് തണൽ അന്ന് തരുന്നത്. ഓർഗാനിക് ബസാറിലെ കസ്റ്റമേഴ്സ് എല്ലാം ചേട്ടനോട് പ്രത്യേക അഭിനന്ദനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കായിട്ട് ചേട്ടൻ എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്? അവരെല്ലാം നല്ല സഹകരണവും നല്ല ഓരോ സമയത്തും വേണ്ടത് മുൻകൂട്ടി പറയുകയും അല്ലെങ്കിൽ സീസണിൽ വരുന്നത് ഇന്നത് അടുത്ത അതിന് വേണം എന്നുള്ളതൊക്കെ മുൻകൂട്ടി പറയുന്നതനുസരിച്ച് നമ്മൾ ചെയ്യുകയും സാധനങ്ങൾ വന്നെടുക്കുന്നതും അവർ നല്ല സന്തോഷത്തോടുകൂടി അവിടെ കച്ചവടം ചെയ്യുന്നവരും നമ്മളെ പ്രോഡക്റ്റിന് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ് മാക്സിമം പ്രോത്സാഹിപ്പിക്കുന്നു. അവർക്കെല്ലാം നമസ്കാരം. ഇപ്പോൾ ഈ ഒരു അംഗീകാരം ലഭിച്ചു. അപ്പം ഇനിയും കൂടുതൽ എന്താണ് ഈ ജൈവ കൃഷിയിൽ ചേട്ടന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ അംഗീകാരം ലഭിച്ചത് ഞാൻ എൻ്റെ അച്ഛന് വേണ്ടി സമർപ്പിക്കുകയാണ്. അച്ഛനാണ് എൻ്റെ ഗുരു. കൃഷിയിലേക്ക് എന്നെ നയിച്ചത് അച്ഛനാണ്. ഇത് കിട്ടിയത് നമ്മുടെ നാട്ടിൽ ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ അടുത്ത വർഷമെങ്കിലും അത് പകുതിയെങ്കിലും നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മളെ ആളുകളെ പ്രചോദനരാക്കണം. അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മളെ ഈ പഞ്ചായത്തിൽ എനിക്ക് ആദരവുണ്ടായിരുന്നു, ജൈവ കർഷകൻ എന്നുള്ള ആദരവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോയ അതിശയിക്കുന്ന കാഴ്ചയാണ് കണ്ടത്.
പെരുമാറ ഇങ്ങനെ കോസ്റ്റൽ ഏരിയയിലൊക്കെ മണ്ണിൽ പച്ചക്കറികളും ഒന്നും തന്നെ വിളയില്ല എന്ന് വിചാരിച്ചവർ ഓരോ കൂട്ടായ്മകൾ. ആ കൂട്ടായ്മ അവിടെ വഴുതനയും പച്ചക്കറികളും പിടിച്ച് കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. അവർക്ക് ഈ പഞ്ഞമാസം വരുമ്പോൾ കടലിലെ പണിയില്ല. അപ്പോൾ അവർക്ക് ഇതൊരു പ്രചോദനമായി. അവിടെ അവർ ചെയ്യുന്നത് കണ്ടിട്ട് പല ഗ്രൂപ്പുകളും അതേപോലെ ചെയ്യാൻ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. അവരെയൊക്കെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ വരുന്ന ആളുകൾക്കും ഞാൻ എൻ്റെ സ്കൂളിലെ പിള്ളേർ ഇവിടെ വരും സംസാരിക്കാൻ ഇവിടെ വന്ന് നോക്കുകയും അതിൽ ഒരു 10-12 പിള്ളേർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് നല്ല തൈ വരുത്തി തരണം, മണ്ണിൻ്റെ രീതി ട്രൈക്കോഡർമ ചെയ്യുന്ന അതെല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർ ഒരുക്കി ഓരോന്ന് ചെയ്യാൻ പറഞ്ഞിട്ട് തൈ ഇപ്പം ഈ ആഴ്ച അവർക്ക് തൈ വരും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പുതിയ സമൂഹത്തെ കൂടി കുട്ടികൾക്ക് അത് താല്പര്യമുണ്ടെങ്കിൽ വലിയ പ്രചോദനമാണ്. അവരെ കൂടെ മുന്നോട്ട് കൊണ്ടുവരുന്നാൽ നമ്മൾ അടുത്ത തലമുറ, ഈ തലമുറ നമ്മൾ അഡിക്റ്റായിപ്പോയി. അടുത്ത ഇനി ജനിക്കാൻ പോകുന്ന തലമുറയെങ്കിലും പൂർണ്ണ ആരോഗ്യത്തോടു കൂടി നല്ല ആഹാരവും നല്ല ആരോഗ്യവുമായിട്ട് അവർ വളരട്ടെ. ഈ ചേട്ടൻ ഇപ്പം ഓർഗാനിക് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പം ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ചേട്ടന് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ എൻ്റെ അവാർഡിനും മെയിനായിട്ട് ആ സർട്ടിഫിക്കറ്റാണ്. അത് ആർക്കും ഇല്ല, വലുതായിട്ട് ആർക്കും ഇല്ല. അതും വലിയ നേട്ടമായി. അവാർഡിന് എല്ലാം നമ്മൾ ഏകദേശം അടുത്തടുത്തൊക്കെ വന്നപ്പോൾ ഓർഗാനിക് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കാരണത്താൽ ഒരാൾ തള്ളിപ്പോയി. അപ്പോൾ ആ ഓർഗാനിക് കൃഷി വകുപ്പിന് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല. ഇപ്പോൾ തണലിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെ ഗ്രാങ്ങിൽ ഒരു 4 പേർക്കുണ്ട്. ഇനിയിപ്പോൾ അതിലും കുറേ പേര് ഇവിടെ നമ്മളെ കൂട്ടായ്മയിൽ ചെയ്യുന്നുണ്ട്. പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ട് ചിലരത് കളഞ്ഞിട്ട് പോകും. എന്നാലും അവരെ പ്രചോദനം ചെയ്ത് വെറുതെ ഇനിയിപ്പോൾ ഒരു 5-6 പേര് ഇവിടെ നല്ലപോലെ ചെയ്യുന്നുണ്ട്. അവിടെ കൂടെ പലതിനെ കാണിച്ച് അവരെ ഇത് കൂടുതൽ നമുക്ക് ഏരിയ കൃഷിയിലേക്ക് ആക്കണം. ആക്കിയിട്ട് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും തരാനുള്ള സെറ്റപ്പ് ഉടനെ സ്റ്റാർട്ട് ചെയ്യണം. കഴിഞ്ഞ 7 വർഷക്കാലമായി ഓർഗാനിക് ബസാറിലെ ഉപഭോക്താക്കൾക്ക് വിഷരഹിതമായ പച്ചക്കറികൾ എത്തിച്ചു തരുന്ന PGI സർട്ടിഫൈഡ് കർഷകനാണ് ശ്രീ അനിൽ ദേവ്. അദ്ദേഹത്തിൻ്റെ കൃഷിരീതികളെല്ലാം നമ്മളിന്ന് പരിചയപ്പെട്ടു. ഈ വലിയ നേട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം ഭാഗമാകാൻ കഴിഞ്ഞതിൽ തണലിനും അതിയായ സന്തോഷം. അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.